എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആറുമുളേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ ലാഗടിയാറുമുള. ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടാമത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ 11 മിനിറ്റ് കണ്ടേ സംസാരിച്ചിട്ടുള്ളൂ. അതിനകത്ത് ആ വരികൾ അത്രയും ക്ലിയർ ആകത്തില്ല. അപ്പം നമുക്ക് 10 മിനിറ്റേക്കുള്ളിലുള്ള കൂടുതൽ വീഡിയോ ഇടുന്നതും അത് ശരിയല്ല. ആളുകൾ അത് കാണുകയുമില്ല. കാണുന്നവർക്ക് പ്രയോജനം ഉണ്ടാവണ്ടേ. കുട്ടികളായാലും അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വരികൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. ഞാൻ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ വരികൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അന്ന് ഞാൻ ബുക്കിൽ നോക്കി അങ്ങ് ഓടിച്ചു വിട്ടതേ ഉള്ളൂ. ഇത് ആദ്യത്തെ വരി എന്ന് പറയുന്നത് ദേവദേവൻ ജഗന്നാഥൻ ദേവകീനന്ദനൻ കൃഷ്ണൻ. അപ്പോൾ അവിടെ ആദ്യത്തെ വരി കഴിഞ്ഞു. രണ്ടാമത്തെ വരി ദേവരാമാനുജൻ ശാർങ്ങി ജഗന്നിവാസൻ തെയ് എന്നൂടെ ചേർക്കണം. ഈ വരി പാടിക്കഴിയുന്നുണ്ട് എങ്കിലേ അത് പൂർണ്ണമാകത്തുള്ളൂ. ദേവരാമാനുജൻ ശാർങ്ങി ജഗന്നിവാസൻ തെയ്. അതിനുശേഷം ക്ഷീരവാരാ നിധി മധ്യേ ശ്രീ അനന്തൻ മെത്തതന്മേൽ. അപ്പൊ ശ്രീ അനന്തൻ എന്നുള്ളത് അത് കറക്റ്റായിട്ട് ഉച്ചരിച്ച് വേണം പാടാൻ. ശ്രീ അനന്തൻ മെത്തതന്മേൽ ശ്രീദേവിയും ഭൂദേവിയും സഹിതനായി. അപ്പം സഹിതനായി തെയ്. അത് 4 വരി കഴിഞ്ഞു. ശ്രീമുനി നാരദനാദി മാമുനിമാർ സേവ ചെയ്തു ശ്രീപതി സേവ ചെയ്തു എന്ന് പറയുന്നത് 5ാമത്തെ വരിയോടെ തീർന്നു. 6ാമത്തെ വരി ശ്രീപതി രാമരാമേതി നാമവും പാടി തെയ്, അല്ലെങ്കിൽ നാമവും പൂണ്ടു തെയ്. അതിനുശേഷം അടുത്ത വരി 8ാമത്തെ വരി എന്ന് പറഞ്ഞു, 6ാമത്തെ വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീപതി രാമരാമേതി നാമവും പാടി തെയ്. അതിനുശേഷം ഇപ്രകാരം ശയിക്കുന്ന പത്മനാഭൻ ഭൂമി തന്നിൽ. അത് 7ാമത്തെ വരി. പിന്നെ 8ാമത്തെ വരി എന്ന് പറഞ്ഞാൽ ദുഷ്ടരായ ജനങ്ങളെ വധിപ്പാനായി. ജനങ്ങളെ എന്നും പാടും, ദുഷ്ടരായ പ്രജകളെ എന്നും പാടും. അത് രണ്ടും ശരിയാണ്. ദുഷ്ടരായ ജനങ്ങളെ വധിപ്പാനായി, അല്ലെങ്കിൽ ദുഷ്ടരായ പ്രജകളെ വധിപ്പാനായി തെയ്. ദ്വാപരമാം യുഗത്തിങ്കൽ മധുരയാം പുരി തന്നിൽ. അപ്പൊ അവിടെ ആ 9ാമത്തെ വരി കഴിഞ്ഞു. ദേവകീനന്ദനായി ജനിച്ചു കൃഷ്ണൻ തെയ്. അപ്പം അങ്ങനെ 10 വരി കഴിഞ്ഞു. അതിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 10 വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ബാലലീലയുടെ നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ്, നല്ലൊരു സ്തുതിപ്പാണ്. ഈ വരികളൊക്കെ കോമ്പറ്റീഷനകത്ത് പാടുന്ന വരികളാണ്. ഞാൻ നിങ്ങൾക്ക് കോമ്പറ്റീഷനകത്ത് പാടുന്ന 10 വരികൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം മുഴുക്കൻ കഥ പഠിപ്പിച്ചിട്ട് അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. അത് തന്നെയല്ല, മുഴുക്കൻ കഥയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 10 മിനിറ്റുള്ള വീഡിയോയ്ക്കകത്തൊന്നും നിൽക്കില്ലത്. അതിന് മണിക്കൂറുകൾ എടുക്കും. അങ്ങനെ മണിക്കൂറുകൾ എടുത്തുള്ള വീഡിയോകളൊക്കെ കാണുന്ന ആളുകൾ ചുരുക്കമാണ്. അതുകൊണ്ട് പ്രയോജനമില്ല. നമുക്കൊരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രയോജനം ഉണ്ടാവണമല്ലോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വരികൾ കാണാപ്പാടം പഠിക്കുക. അതിന്റെ സ്ക്രീൻഷോട്ട് ഇടാൻ വേണ്ടി ഞാൻ നോക്കിയത് നടക്കുന്നില്ല. ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അക്ഷരത്തെറ്റുകൾ വരും. അപ്പോൾ അത് കറക്റ്റ് ഉച്ചാരണം നിങ്ങൾക്കത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ 10 വരികൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് ആദ്യം ഞാൻ പറഞ്ഞു ശ്രുതി, താളം, ലയം, ഭാഷാശുദ്ധി, വായ്ത്താരി. വായ്ത്താരി എന്ന് പറഞ്ഞാൽ തെയ്തൈ തകത തീതകതോ തകതീയതിത്തോ തിത്തോതികതോ. വായ്ത്താരി അല്ല. ആദ്യത്തെ വരി പാടുന്നുണ്ടെങ്കിൽ തെയ്തൈ തക തെയ്തോ, 2ാമത്തെ വരി പാടുന്ന സമയത്ത് തിത്തത്താതിത്തെയ്തൈ. പിന്നാണ് നമ്മൾ മുൻപാട്ടുകാരൻ മുഴുക്കൻ വരി ഒരു തവണ എടുത്ത് പിൻപാട്ടുകാർ അതിന്റെ പുറകിൽ 2 തവണ എടുത്തതിന് ശേഷമാണ് ഈ വായ്ത്താരി. തെയ്തൈ തകത തീതകതോ തകതീയതിത്തോ തിത്തോതികതോ. അത് ഇങ്ങനെയല്ല, ഞാൻ പറഞ്ഞു വിടുകയാണ്. അന്ന് ഞാൻ ആ വീഡിയോക്കകത്ത് കുഞ്ഞു പാടി കേട്ടല്ലോ. വായ്ത്താരി അങ്ങനെയാണ് പാടേണ്ടത്. പിന്നെ അതിനും മാർഗമുണ്ട്. വായ്ത്താരിക്കും നിങ്ങൾക്ക് മാർഗമുണ്ട്, ഭാഷാശുദ്ധിക്ക് മാർഗമുണ്ട്, ശ്രുതിക്കുണ്ട്, താളത്തിനുണ്ട്, ലയത്തിനുണ്ട്. ലയം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചുള്ള പാട്ടുകാരുടെ ലയം. അത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അവർ ലയിച്ച് പാടി നമുക്ക് ഇഷ്ടപ്പെടണം അവരുടെ. ശ്രുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ ശബ്ദമൊന്നും ഇടറാൻ പാടില്ല. നിങ്ങൾ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ പാട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ നിങ്ങളുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു ശ്രേഷ്ഠമായ വരിയിൽ വേണം തുടങ്ങാൻ. നല്ല വരി. ഇതിപ്പോ ഈ ഒരു വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവദേവൻ ജഗന്നാഥൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്തുതിച്ചുള്ള ഒരു വരിയല്ലേ. അതുപോലുള്ള പല വരികളുണ്ട് വഞ്ചിപ്പാട്ടിനകത്ത്. അങ്ങനെയുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ വഞ്ചിപ്പാട്ട് ഏത് വരി വേണേലും പാടാം. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മളൊരു ശ്രേഷ്ഠമായ വരി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ജഡ്ജസ് ഒക്കെ ഒന്ന് ഇംപ്രസ് ആകും. കാര്യം
ആറന്മുള എന്ന് പറയുന്ന ജഡ്ജസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒട്ടുമിക്ക പാട്ടുകളൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മളുടെ എടുപ്പ് അവർ കണ്ട് അതൊന്ന് ഇമ്പ്രസ് ആകണം. അങ്ങനെയുള്ള രീതിയിൽ വേണം പാട്ടുകൾ പാടാൻ. അപ്പം നിങ്ങൾ പാട്ടുകൾ പഠിക്കുക, പാടുക, ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പാടുക. 10 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 9നും 10നും ഇടയ്ക്ക് ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പാടുക. പിന്നെ സൗണ്ട് മാച്ചിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് ഈ പിൻപാട്ടുകാർ പാട്ട് പാടുന്ന സമയത്ത് ആരുടെയും പാട്ട് അങ്ങോട്ട് കയറുവോ ഇറങ്ങുമോ എന്ന് വെച്ചാൽ ശബ്ദം കൂടി നിൽക്കാനോ കുറഞ്ഞു നിൽക്കാനോ പാടില്ല. ഒരേ രീതിയിൽ വേണം പാട്ടുകൾ, ഒരേ സൗണ്ടിൽ ഒരേ താളത്തിൽ വേണം അവർ പാടാൻ. അപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരേ രീതിയിലുള്ള പാട്ടാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കേൾവിസുഖമാണ്. പിൻപാട്ടും മുൻപാട്ടും കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ വായ്ത്താരിക്കും ഒക്കെ നല്ല മാർഗുള്ളതാണ്. ലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാട്ടുകാരുടെയും കൂടെ ലയിച്ചുള്ള പാട്ടിനാണ് അവർ. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുൻപാട്ടുകാരന് ബാധിക്കുമെന്നാണ്, പിൻപാട്ടുകാർക്കും ബാധിക്കുന്നതാണ്. അവരുടെ ശബ്ദമൊന്നും ഇടാൻ പാടില്ല. കാര്യം ഒരാളെ മുന്നോട്ട് ചാടി കയറി നിൽക്കുക അല്ലെ താന്നു നിൽക്കുക, ഇതൊക്കെ ജഡ്ജസ് നോക്കും. പിന്നെ നിങ്ങൾ വരികൾ പഠിച്ച് പോവുക, കോൺഫിഡൻ്റ് ആയിട്ട് പാടുക, തീർച്ചയായിട്ടും ജയിക്കും. അപ്പം നിങ്ങൾ ഒരു 10 വരി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എൻ്റെ ഒരു ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളൊരു 10 വരി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഭഗവാന്റെ പാട്ടുകളാണ്. ഭഗവാന്റെ ക്ഷേത്രത്തിൽ വന്ന് തിരുവാറന്മുള വന്ന് ഒന്ന് അത് പാടി സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പം അതിനുശേഷം നിങ്ങൾ പോയി കോമ്പറ്റീഷനൊക്കെ നല്ലതായിട്ട് പഠിച്ചതിന് ശേഷം തെറ്റുകൾ അത് നിങ്ങൾക്കൊരു പ്രാക്ടീസും ആകും. കാര്യം നിങ്ങൾ പഠിച്ചതിന് ശേഷം ഓപ്പണായിട്ട് ആദ്യമായിട്ടൊക്കെ പാടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുള നിങ്ങൾ പാട്ട് പാടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരൊക്കെ കാണും. ഓപ്പണായിട്ട് നിന്ന് പാടുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസും ആയിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു 2 വരി പാടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം പക്ഷെ എന്നുണ്ടെങ്കിൽ മകൻ ഇപ്പം സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ അത് പാടാം. കാര്യം അവൻ സ്കൂളിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഈ ദേവദേവൻ ജഗന്നാഥൻ ദേവകീ നന്ദനൻ കൃഷ്ണൻ എന്നുള്ള വരി കഴിഞ്ഞ പ്രാവശ്യം പാടിയല്ലോ. അപ്പം ഈ മുഴുക്കമായിട്ട് അങ്ങ് വരി പാടുകയാണ്. ആദ്യത്തെ വരി 2ാമത്തെ വരി എടുക്കുന്നില്ല. മുഴുക്കം വരിയായിട്ട് അങ്ങ് പാടി കേൾപ്പിക്കാം. ദേവരാമാനുജൻ ശാർഗീതൈതോ ദേവരാമാനുജൻ ശാർഗീ തത്താദിത്തൈതൈ ദേവരാമാനുജൻ ശാർഗീ ജഗന്നിവാസൻ ദൈ. അത് 2ാമത്തെ വരിയായി. 3ാമത്തെ വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കുന്നുണ്ട്. ക്ഷീരവാരാനിധി മധ്യേതോ ക്ഷീരവാരാനിധി മധ്യേ തത്താദിത്തൈതൈ ക്ഷീരവാരാനിധി മധ്യേ ശ്രീ അനന്തൻ തന്മേൽ. അപ്പൊ ഈ ശ്രീ അനന്തൻ എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഉച്ചാരണമായിരിക്കണം. അപ്പൊ ഞാൻ തന്നെ പാട്ട് പാടി പിന്നെ തെയ്തൈ തകതൊക്കെ പാടിയോണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. കുഞ്ഞൂറുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിപ്പോനെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ഈ വരി ഇതിനകത്ത് അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്ന് ഷാർങ്ങി എന്നുള്ള വേടിന്റെ അർത്ഥം കൃഷ്ണന്റെ പര്യായമാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നു. 2ാമത് ക്ഷീരവാര നിധി മധ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പാൽ സമുദ്രം അല്ലെങ്കിൽ പാലാഴി പാൽക്കടൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ഷീരവാര നിധി മധ്യേ ശ്രീ അനന്തൻ മെത്ത തന്മേൽ, ശ്രീ അനന്തന്റെ മെത്ത തന്മേൽ ശ്രീദേവിയും ഭൂദേവിയും സഹിതനായി. ശ്രീദേവി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയും ഭൂദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിദേവിയും സഹിതനായി. അവർ രണ്ടുപേരും സഹിതനായി. അങ്ങനെ അതാണ് അതിന്റെ അർത്ഥം. അപ്പം നമ്മൾ പാടുന്ന വരികൾക്കെല്ലാം അർത്ഥങ്ങളുണ്ട്. ഈ ഭാഷാശുദ്ധി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഒരക്ഷരം നിങ്ങളുടെ തെറ്റി അല്ലെന്നുണ്ടെങ്കിൽ അക്ഷരത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരപ്രാസം അക്ഷരം മാറിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിന്റെ അർത്ഥം മാറുകയാണ്. അവിടാണ് ഏറ്റവും ഇപ്പം നമ്മൾ പാടുന്ന സമയത്ത് അർത്ഥം കറക്റ്റായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ല എന്ന് പറയും. നമ്മൾ പാടുന്ന സമയത്ത് അർത്ഥം തെറ്റിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചാരണം നമ്മുടെ ശരിയായില്ല, നമ്മൾ പാടുന്ന അർത്ഥം തെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ മാർഗ്ഗം ഒരുപാട് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ 10 വരി നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഏകദേശം 9 മിനിറ്റും 10 മിനിറ്റിനോടൊക്കെ ഇടയിലായി. ഇനി അടുത്ത വീഡിയോയ്ക്ക് ഇതിന് ശേഷമുള്ള വരികൾ നിങ്ങൾക്ക് ആവശ്യമുള്ള 10 വരികൾ വെച്ച് ഞാൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. തിരുവാറന്മുളയപ്പൻ്റെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. തിരുവാറന്മുളയപ്പൻ ജയിക്കട്ടെ.